ഗോകുൽ, ഇപ്പോൾ ഒരു സൂചന വരുന്നു, കണ്ണൂർ ജയിലിലേക്ക് തിരികെ പോകില്ല. ഈ ജയിൽ ചാട്ടുമായി ബന്ധപ്പെട്ട് റിമാൻഡ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കി റിമാൻഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് പിന്നാലെയാണ് ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. വിയൂർ ജയിലിലേക്ക് മാറ്റുന്നു എന്ന വാർത്തകൾ വരുന്നു. എന്താണ് വിവരങ്ങൾ? അത്തരത്തിലൊരു സൂചന ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. കാരണം ഗോവിന്ദച്ചാമിയെ പോലെയുള്ള അതീവ ക്രൂരനായിട്ടുള്ള ക്രിമിനലായിട്ടുള്ള ഒരു വ്യക്തിയെ പാർപ്പിക്കാൻ തക്കതായിട്ടുള്ള ഒരു സംവിധാനം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അയാളെ മാറ്റുന്ന നടപടിക്രമങ്ങളിലേക്ക് ഉദ്യോഗസ്ഥരെത്താൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിൽ ഒരു സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. ഈ പറഞ്ഞതുപോലെ റിമാൻഡ് റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷമായിരിക്കും മജിസ്ട്രേറ്റ് ആയിരിക്കും അയാളെ എങ്ങോട്ടേക്കായിരിക്കും മാറ്റുക എന്നതിനെ സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇയാളുടെ സുരക്ഷയെ സംബന്ധിച്ച് ഇനിയും ഇയാൾ ജയിൽ ചാടാനുള്ള സാധ്യത സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ എന്തായാലും ഗോവിന്ദച്ചാമി കണ്ണൂർ ടൗൺ സ്റ്റേഷനകത്താണുള്ളത്. ശ്രീജിത്ത് കൊടേരി, ടൗൺ SHO ശ്രീജിത്ത് കൊടേരി ഉൾപ്പെടെയുള്ള ആളുകളുടെ സമീപത്താണ് അയാൾ ഉള്ളത്. നേരത്തെ 2 മണിക്കൂറോളമുള്ള ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു ഗോവിന്ദച്ചാമി ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇനി റിമാൻഡ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം ഏകദേശം 3 മണിക്ക് ശേഷം അയാളെ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമെന്നാണ്, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ്, അവിടെ ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട എവിടേക്കായിരിക്കും ഈ ഗോവിന്ദച്ചാമി കൊണ്ടുപോവുക എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അതിനുശേഷം മാത്രമേ എന്തായാലും അറിയുവാൻ വേണ്ടി സാധിക്കൂ. മാത്രമല്ല അയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിക്കുന്നതിൽ ചില സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഇനി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞതുപോലെ അയാൾക്ക് പരിചിതമായിട്ടുള്ള ഒരു സെൻട്രൽ ജയിലാണ്. അയാൾക്ക് സഹതടവുകാരിൽ നിന്നുൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ കിട്ടി എന്നൊരു വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇനിയും ഈ ഒരു മോട്ടീവ്, ഈ ഒരു ഇന്റൻഷൻ വെച്ച് പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ അയാളുടെ ഭാഗത്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒരു പക്ഷേ പരിഗണിക്കപ്പെട്ടേക്കാം. അങ്ങനെയെങ്കിൽ ഈ കണ്ണൂരിൽ പാർപ്പിക്കാനുള്ള സാധ്യതയില്ല. മറ്റ് വിയൂരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്. അതിൽ വിയൂരിന്റെ പേരാണ് തീർച്ചയായിട്ടും ഉയർന്നു കേൾക്കുന്നത്. അതൊന്നും നമുക്ക് ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമല്ല. അതിലൊക്കെ അല്പസമയത്തിനകം ശേഷം മാത്രമേ നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള കാര്യങ്ങൾ, സമീപനങ്ങളൊക്കെ ഈ പോലീസുകാരിൽ നിന്നൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇനി അവിടെ ഉണ്ടാവാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിക്കാനുള്ള സാധ്യത ഇല്ല എന്നൊരു വിവരം അവർ പറയുന്നുണ്ട്. അതും ഔദ്യോഗികമായ ഒരു വിവരമല്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇനി അങ്ങോട്ടേക്ക് മാറ്റാനുള്ള സാധ്യതയും സാഹചര്യവും അവിടെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം അയാൾക്ക് ചിരപരിചിതമായിട്ടുള്ള ഒരു ജയിലാണ്. അയാൾക്ക് ഒരുപാട് സഹായികൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. മറ്റു ഉദ്യോഗസ്ഥരുടെ സഹായം അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ സംശയമുണ്ട്. അതിന്റെ പേരിൽ 3 പ്രിസണേഴ്സ് ഓഫീസറായിട്ടുള്ള 3 പേരെ സസ്പെൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് സുരക്ഷാ വീഴ്ചയാണ്. ഗോവിന്ദച്ചാമിയെ സഹായിച്ചു എന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ഉന്നത ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പോലീസുകാരോ വാർഡന്മാരോ ഇയാളെ സഹായിച്ചു എന്നതിനെ സംബന്ധിച്ച വിവരമൊന്നും ലഭ്യമല്ല. ഒരുപക്ഷെ മറ്റ് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച അന്വേഷണമൊക്കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ആ രീതിയിലുള്ള ചോദ്യം ചെയ്യലുകളും ആ രീതിയിലുള്ള അന്വേഷണവും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ സഹായം ലഭിച്ചു എന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു സൂചന ലഭിച്ചിട്ടുള്ളത് ഇയാളുടെ സഹതടവുകാരൻ നിന്നാണ്. ഇയാൾക്ക് ഈ ഗ്രില്ല് മുറിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ സെല്ലിന്റെ കമ്പി മുറിക്കാൻ ആവശ്യമായിട്ടുള്ള ആയുധം, ബ്ലേഡ് കൊണ്ട് കൊടുത്തിട്ടുള്ളത് അവിടെ പാചക തൊഴിലാളിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇയാളുടെ കൂടെ മറ്റൊരു സഹതടവുകാരൻ ചാടാൻ വേണ്ടി തയ്യാറായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഈ ജയിൽ ചാട്ടത്തിന് പിന്നിൽ ഉണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലായിട്ടുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള ഒരു ബൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ ലഭ്യമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് മറ്റു ചില ആശങ്കകളും സംശയങ്ങളും ഒക്കെ ഉണ്ട്. ഇയാൾക്ക് പുറമേ നിന്ന് ആരെങ്കിലും, അതായത് ജയിലിന് പുറത്തുള്ള ആരെങ്കിലും ഒക്കെ ഇയാളെ സഹായിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളും ഒക്കെ അത്തരം സംശയങ്ങളൊക്കെ ഉണ്ട്. ആ വക കാര്യങ്ങളും ഈ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഒരു പ്രതികരണം വരുന്ന സമയത്ത് നമുക്ക് ചോദിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് പ്രതികരണം തേടുകയും ഒക്കെ ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഈ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന തിരക്കിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ളത്. 3 മണിയോടുകൂടി തന്നെ, ഏകദേശം 3 മണിയാവാറായിരിക്കുന്നു. ഈ സമയത്തോടു കൂടി തന്നെ തൊട്ടടുത്ത് തന്നെയാണ്, കണ്ണൂർ ടൗൺ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് കോടതി ഉള്ളത്. അങ്ങോട്ടേക്ക് ഒരു 300-400 മീറ്റർ മാത്രമാണ് അങ്ങോട്ടേക്കുള്ള ദൂരം. അവിടെ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും മറ്റു നടപടികളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അറിയുവാൻ വേണ്ടി സാധിക്കുക. എന്തായാലും ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ സാധിച്ചതിലൂടെ വലിയൊരു ആശങ്ക ഒഴിവായിരിക്കുന്നു. പക്ഷേ എങ്ങനെ ജയിൽ ചാടി എന്നതിനെ സംബന്ധിച്ച കാര്യത്തെക്കുറിച്ച് അറിയേണ്ടിയിരിക്കുന്നു. അതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പരിധിയിലാണ്. അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.